ട്രാൻസ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പണ്ടത്തെ സിനിമകളുണ്ടല്ലോ, പണ്ടത്തെ അതായത് ചരിത്ര സിനിമകൾ, പിന്നെ പുരാണ സിനിമകളൊക്കെ, അതൊക്കെ ഇപ്പോഴും കാണാൻ ഭയങ്കര രസം തന്നെയല്ലേ? പിന്നെ ഇപ്പോഴും പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സംഭവങ്ങളിലൊക്കെ ഇല്ലാത്ത കാലത്ത് വളരെ അത്ഭുതങ്ങളായിട്ട് തോന്നും പല സിനിമകളും. ഭയങ്കര രസം തന്നെയാണ്. ഇത്തിരി കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു പപ്പടവടയൊക്കെ കടിച്ച് ടി വിയിലൊക്കെ ആ സിനിമ കാണുമ്പോഴേ. ഞാൻ ഈ അടുത്തൊരു സിനിമ കണ്ടു. അതിലൊരു പുരാണ കഥാ സിനിമയാണ്. ഒരു നാരദനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, നല്ല സൗന്ദര്യ കാണാൻ. ആള് ടി കെ ബാലചന്ദ്രൻ. അദ്ദേഹം സ്ഥിരമാണ് പുരാണ സിനിമകളിലത്തെ സ്ഥിരം നാരദ വേഷമാണ്. ഭയങ്കര സുന്ദരനായിട്ടുള്ള, നല്ല സുന്ദരൻ. കണ്ടാ തന്നെ നമുക്ക് ഇപ്പോ പെൺവേഷമൊക്കെ കിട്ടിയ പെണ്ണായിട്ട് തന്നെ തോന്നും. അതെ അതെ അതെ, അതുപോലൊരു തോന്നല് ആളെ കാണുമ്പോ. ആള് അതീവ സുന്ദരനായിട്ടുള്ള മനുഷ്യനാണ്. പണ്ടത്തെ ഈ കുമാരസംഭവം പോലുള്ള സിനിമകളിലൊക്കെ നാരദ വേഷം കിട്ടിയിട്ടുള്ള കുറേ സിനിമകളിൽ കേട്ടോ. കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. 400ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 400 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം 1928 അദ്ദേഹം ഫെബ്രുവരി 2 തീയതിയാണ് ജനിച്ചത്. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കുഞ്ഞമ്പിള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. പാറുകുട്ടിയമ്മ അമ്മയുടെ പേര്. അപ്പോൾ അവർക്ക് 5 മക്കളായിട്ടാണ്. അപ്പോൾ 5ാമത്തെ മകനായിട്ട് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടൻ വഞ്ചിയൂർ മാധവൻ നായർ, അദ്ദേഹം നടനായിരുന്നു. പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-13 വയസ്സിൽ. അതെ അതെ, 13ാമത്തെ വയസ്സ് 1940 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രഹ്ലാദ എന്ന സിനിമയിൽ ആ സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ അഭിനയിക്കാനുള്ള താല്പര്യം കണ്ടിട്ട് അച്ഛൻ കൊണ്ടുപോയിട്ട് നാടകത്തിൽ ചേർത്തുണ്ടാവില്ല. അപ്പം അതിൽ അദ്ദേഹം സ്ത്രീ വേഷമായിരുന്നു. സുന്ദരനായിട്ടുള്ള മനുഷ്യനല്ലേ. അപ്പോൾ 15 സ്ത്രീകൾ വരാറില്ലല്ലോ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴല്ലേ വരില്ല. അപ്പോൾ അതിൽ സ്ത്രീ വേഷം കിട്ടിയിരുന്നു. 15ലേറെ നാടകങ്ങളിൽ അദ്ദേഹം സ്ത്രീ വേഷം കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് നൃത്തത്തിൽ വളരെ താല്പര്യം എന്ന് കണ്ടപ്പോൾ തമിഴ്നാട്ടിലെ ഈ നവാബ് രാജമാണിക്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ട്രൂപ്പുണ്ട്, ബോയ്സ് ഡ്രാമ ട്രൂപ്പ്. ഈ ട്രൂപ്പിൽ ഗുരു ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിലാണ് കുറേ കാലം ഇദ്ദേഹം നൃത്തം അഭ്യസിക്കുന്നത്. അദ്ദേഹം ഒരു നൃത്തരംഗത്തിലാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. ജീവിത നൗക ഓർമ്മയുണ്ടാവും, മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് 100 ദിവസം ഓടിയ സിനിമ തിക്കുറിശി നായകൻ ജീവിത നൗകയിലാണ് അദ്ദേഹം ഒരു നൃത്തരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വിരുദ്ധൻ ശംഖുവിൽ ഒരു നല്ല വേഷം കിട്ടി. വിരുദ്ധൻ ശംഖുവിൻ്റെ പ്രത്യേകത അടൂർബാസി നായകൻ, ഞാൻ കണ്ടിട്ടുണ്ട് ആ സിനിമ. അതിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷം കിട്ടി. കട്ടയ്ക്ക് നിൽക്കുന്ന റോളാണ്. അപ്പോൾ അതിന് ശേഷം തമിഴ് സിനിമ ജാതകം എന്നുള്ളൊരു സിനിമ, ആ പടം കന്നഡത്തിലും ആൾ തന്നെയാണ് തമിഴ്. അപ്പോൾ ഈ ജാതകത്തിൽ നായിക വേഷം ചെയ്തിട്ടാണ് പുള്ളിയുടെ റീ എൻട്രി. അത് കന്നഡയിലും വന്നു. മലയാളം, തമിഴ്, കന്നഡ ഇത്രയും 3 ഭാഷയിലായിട്ട് 400ഓളം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം അഭിനയം മാത്രമല്ല, നിർമ്മാണം ഉണ്ടായിരുന്നു. 18 സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് റൈറ്റർ നിർമ്മിച്ച സിനിമകൾ എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളൻ, രക്തസാക്ഷി, പ്രളയം, പിന്നെ സഖാക്കളെ മുന്നോട്ട്, പൊയ്മുഖങ്ങൾ, ഇങ്ങനെ നീണ്ടു കിടക്കാണ്. മാത്രമല്ല TP ബാലഗോപാലൻ നിർമ്മിച്ചതാളല്ലേ, ആളാണ്. മോഹൻലാലിന് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയത് അത് അദ്ദേഹത്തിൻ്റെ നിർമ്മാണമാണ്. മാത്രമല്ല കേട്ടോ, അദ്ദേഹം കഥ, തിരക്കഥ, സംഭാഷണം, എല്ലാ മേഖലയിലും, അതായത് സിനിമയുടെ എല്ലാ മേഖലയിലും സംവിധാനം ഒഴിച്ച് ബാക്കിയുള്ള മേഖലകളൊക്കെ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ആദ്യത്തെ നിർമ്മാണം എന്ന് വെച്ചാൽ പൊയ്മുഖങ്ങൾ, പ്രൈം മിനിസ്റ്ററിൻ്റെ പൊയ്മുഖങ്ങളാണ് അന്നത്തെ ഒരു ഹിറ്റ് സിനിമയാണ് അത്. പിന്നെ മിക്കവാറും സിനിമകളിൽ പ്രൈം മിനിസ്റ്ററിന് നായകനൊക്കെ എടുത്തുള്ളത്. പിന്നെ കഥ, തിരക്കഥ, സംഭാഷണം, ദീപാരാധനയുടെ, കാട്ടുകള്ളൻ്റെ, ദ്രോഹി, പ്രാർത്ഥന, ഈ രക്തസാക്ഷി, പമ്പരം സിനിമകളുടെയൊക്കെ
സ്ക്രിപ്റ്റ് ഒക്കെ അദ്ദേഹത്തിന് കഥയുണ്ട് ഒക്കെ അദ്ദേഹമാണ്. അല്ല ഒരു വല്ലാത്ത ഒരു വലിയ ഒരു ഫിഗർ ആയിരുന്നു ഒരു കാലത്ത്. മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഡബിൾ റോൾ കളിക്കുന്നത് ഇരട്ടവേഷം ആദ്യത്തെ ഇരട്ടവേഷം ടി കെ ബാലൻ തന്നെ പൂത്താലി എന്നുള്ള സിനിമയിൽ. ഈ സിനിമയിലാണ് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഇരട്ടവേഷം വരുന്നത്. അതിനേക്കാൾ ഡബിൾ നായക വേഷത്താണ്, നായകനും വില്ലനുമായിട്ട്. അതിന് മുമ്പ് നമ്മുടെ 1955 SP പിള്ള ഇരട്ടവേഷം ചെയ്തിട്ടുണ്ട്. SP പിള്ള CID എന്നൊരു സിനിമ ഉണ്ട്. ഈ സിനിമയിൽ പിച്ചു പാച്ചു എന്നുള്ള 2 കഥാപാത്രത്തെ SP പിള്ള ചെയ്യുന്നത്. പക്ഷെ അത് ഒരു കോമിക് ക്യാരക്ടർ, ചെറിയ നായകനും വില്ലനായിട്ട് കളിക്കുന്നത് ടി കെ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ മലയാള സിനിമയുടെ നിർണായക ഘട്ടം ആദ്യത്തെ ഡബിൾ റോൾ കളിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്. പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ 1998 മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഈ സിനിമാ വ്യവസായത്തിന് നൽകിയിട്ടുള്ള സംഭാവന അത് അപ്പോൾ സംയുക്തമായിട്ട് അദ്ദേഹത്തെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു തറക്കല്ലുണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുരാണ സിനിമകളിൽ മാത്രമല്ല, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുരാണ സിനിമ എന്ന് നമ്മൾ എടുത്തു പറയാൻ അതിന് ശരിക്കും വേഷമൊക്കെ ചെയ്തു വന്ന ഒരു ലോകത്തെ ആരോ എന്നുള്ളൊരു ലുക്കാണ്, ആ ഒരു ഭംഗി. പക്ഷെ ഇത്രയധികം സിനിമകൾ ചെയ്തു വെച്ചിട്ടുള്ള ആളാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നടനാണ്, നിർമ്മാതാവാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. അത് ശരിക്കും പവർഫുള്ളായിട്ടുള്ള നടനാണ്. അപ്പോൾ അദ്ദേഹത്തെ ആണ് ഇന്ന് ഫാൻസ് ടോക്ക് അനുസ്മരിക്കുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നന്ദി, നമസ്കാരം.